ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ആണെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ എല്ലാം റിയൽ ലുക്കിൽ കിട്ടുന്ന ടൈം ആയത് കാരണം ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കണല്ലേ. അതുപോലെ നമുക്കിന്ന് ജ്വല്ലറീസിൻ്റെ കേസിലും കുറച്ച് അടിപൊളി റിയൽ ലുക്കിൽ വരുന്ന എന്നാൽ ആർട്ടിഫിഷ്യൽ കടത്തി വെല്ലാൻ പറ്റില്ല കുറച്ച് അടിപൊളി ഓർണമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ആൻറ്റിക്കിൻ്റെ ആ ഒരു റിയൽ ഗോൾഡ് ഫിനിഷിങ്ങിലാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് അടിപൊളി നെക്ക് പീസസ് വന്നിട്ടുണ്ട്, കണ്ടോക്കിയല്ലോ എന്നാൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് എണ്ണം വന്നിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്ലാസി നെക്ക് പീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മിനിമൽ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒട്ടും ഹെവി അല്ല, ഭയങ്കര സിമ്പിളായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ സിമ്പിൾ ഇഷ്ടമല്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു ഐറ്റം ഇഷ്ടമാവുന്നുണ്ടാകും. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സാക്ട് നമ്മുടെ റിയൽ ഗോൾഡിൻ്റെ ഒരു ആൻറ്റിക് ജ്വല്ലറി ഉണ്ടാവില്ലേ, അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നിട്ട്. കളറാണെങ്കിൽ പോലും ശരിക്കും നമ്മുടെ ആ ഒരു റിയൽ ആൻറ്റിക് ഗോൾഡിൻ്റെ ഫിനിഷിങ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഇതൊരു ജുംക്കയാണ് കേട്ടോ. കാരണം ഒരു കുഞ്ഞൊരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ജുംക്കയാണ് ഇയറിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര രസമായിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മുടെ കോയിനിൽ സിമ്പിളായിട്ട് നെക്ക് പീസാണ് കേട്ടോ വന്നിട്ട്. നമുക്ക് ചോക്കറായിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും, നെക്ക് പീസായിട്ടും യൂസ് ആക്കാൻ പറ്റും. നമുക്ക് ഇതിൽ 2 ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ മൾട്ടി സ്റ്റോൺസ് വരുന്നത് അവൈലബിൾ ആണ്, പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ സ്റ്റോൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് അടിപൊളി ചോക്കറായിട്ട് നോക്കിയിട്ട് അടിക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള നെക്ക് പീസ് നമുക്ക് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡബിൾ ലെയർ എന്നൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അടിപൊളി ഓപ്ഷനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതല്ല സിമ്പിളായിട്ട് നെക്ക് പീസ് മാത്രം എന്ന് പറയുന്ന ആൾക്കാർക്കും ഒരു അടിപൊളി ഓപ്ഷനാണ്. കാരണം കോയിനൊക്കെ ആയതായത് നമുക്ക് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവുന്നുണ്ടാവില്ല, എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഈ ഒരു ടൈപ്പ് ഓഫ് നെക്ക് പീസസ് ഒക്കെ വന്നിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു മൾട്ടി സ്റ്റോൺസ് ഒക്കെ ആയത് നമുക്ക് എല്ലാത്തിലേക്കും മാച്ച് ചെയ്യാനും പറ്റുന്നുണ്ടാവും കേട്ടോ. ഇതിൽ സെയിം തിങ് ഒരു കുഞ്ഞ് സ്റ്റഡ് ടൈപ്പിലാണ് ഇയറിങ്സ് വന്നിട്ടുള്ളത്, കുഞ്ഞ് ഫ്ലവർ സ്റ്റഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഒരു അടിപൊളി ലീഫി പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ട്. നമുക്ക് എപ്പോഴും ഫ്ലോറൽ ഡിസൈനിൽ കൊണ്ടുവരില്ല, ഇന്ന് നമ്മൾ പൂ മറ്റേലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അവരിങ്ങനെ ആ വെഡിങ്ങിന് ശരിക്കും ഒരൊറ്റ നെക്ക് പീസ് മാത്രം യൂസ് ആക്കുന്നത് കണ്ടിട്ട് അതുപോലത്തെ ടൈപ്പാണ് ഇത് വന്നിട്ട്. ഇട്ട് കഴിഞ്ഞാൽ ടെമ്പിൾ ട്രഡീഷണൽ ലുക്കിൽ കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു നോൺ ഐഡോൾ ആയതിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ റൂബി സ്റ്റോൺസും കൂടെ ആയിരുന്നു നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും മാച്ച് ചെയ്യാനും പറ്റുന്നുണ്ടാവും കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ ലുക്കിൽ കിടക്കുന്നുണ്ടാവേ. ഒരു കുഞ്ഞ് സ്റ്റഡ് ടൈപ്പാണ് കേട്ടോ ഇതിൽ ഇയറിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് എല്ലാം തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഒട്ടും ഓവർ ഹെവി ആവാത്ത രീതിക്ക് നോക്കാൻ പറ്റില്ല അടിപൊളി ഓപ്ഷൻസ് ആണ് എല്ലാം വന്നിട്ട്. സോ മിസ്സാക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം വാട്സപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആയിക്കോട്ടെ. അപ്പോൾ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർക്ക് വേഗം വേഗം പോയി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ.